ഹായ് ഓൾ, വെൽക്കം ടു ജീവസ് വ്ളോഗ്സ്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ ജീവസ്. ഒരു ഗ്ലാസ് കാപ്പി ആയാലോ എന്ന് ചോദിക്കുന്നതിന് പകരം ഒരു ഗ്ലാസ് രസം എടുത്താലോ എന്ന് ഞാൻ ചോദിക്കട്ടെ എല്ലാവരോടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയാട്ടോ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ആവശ്യമില്ലാത്ത മല്ലിപ്പൊടിയോ അതുപോലെ മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. നമ്മളുടെ വയറിനും ശരീരത്തിനും എപ്പോഴും ബെനഫിറ്റഡ് ആയിട്ടുള്ള ജീരകം, അതുപോലെ തന്നെ കുരുമുളക്, ഇഞ്ചി, അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ചേരുവകൾ ഇടിച്ച് ചേർത്ത് മാത്രമാണ് നമ്മുടെ രസം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഈ രസത്തിൻ്റെ റെസിപ്പിയിലോട്ടൊന്ന് പോയാലോ. രസം ചോറിൽ ഒഴിച്ച് കഴിക്കുവാൻ മാത്രമല്ല, ഇങ്ങനെ ഒരു കപ്പ് രസമായാലും വളരെ ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ പോകാം നമ്മുടെ ഇൻഗ്രീഡിയൻസിലോട്ട്. നമ്മുടെ കുരുമുളക്, മുഴുവൻ മല്ലി, അതുപോലെ തന്നെ നമ്മളുടെ ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളി. ഞാൻ ഈ വെളുത്തുള്ളിയുടെ പുറന്തടിയൊക്കെ അധികം മൂത്ത് കനമില്ലാത്തത് കാരണം തലയും വാലും കളയുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് മാത്രമാണ് കേട്ടോ ചെയ്തിട്ടുള്ളൂ. രസത്തിന് എനിക്കിങ്ങനെ ഇടിച്ചെടുത്തതാണ് ഇഷ്ടം. കൂടുതൽ മൂത്ത തൊലിയുള്ള വെളുത്തുള്ളിയാണെങ്കിൽ ഞാൻ എൻ്റെ തൊലി റിമൂവ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വയറിന് എപ്പോഴും ദഹനത്തിനുമൊക്കെ നല്ലതായിട്ടുള്ള നമ്മുടെ ചെറിയ ജീരകം, പെരുംജീരകം അല്ല കേട്ടോ. എരിവിന് മാത്രം ഒരു ലേശം 3-4 വറ്റൽമുളക്, അതുപോലെ ഒരു പീസ് ഇഞ്ചി, ഇത്രയുമാണ് നമ്മളുടെ റോ മെറ്റീരിയൽസ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയും മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വേറെയും ഉണ്ട് കേട്ടോ. ഏതാണെന്നല്ലേ, കായം പൊടി, അതിൽ കൂടെ ഞാൻ വെച്ചിട്ടില്ല. ഇനി നമുക്ക് രസം പ്രിപ്പയർ ചെയ്യാനായിട്ട് വേണ്ടത് തക്കാളിയാണ് കേട്ടോ. 2 മീഡിയം സൈസുള്ള തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മല്ലിയിലയുണ്ട്, പിന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളൻ പുളി. പല സ്ഥലത്തും പലതാ പറയുന്നത്, പിഴുപുളി എന്നൊക്കെ പറയും. വാളൻ പുളിയും കൂടെയാണ് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്കിതെല്ലാം ഇനി നമുക്കൊരു ഇടികല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് പ്രിപ്പറേഷൻ ടൈമാണ് കേട്ടോ. രസം ഉണ്ടാക്കാനായിട്ട് ഇഷ്ടമുള്ളൊരു പാത്രം സെലക്ട് ചെയ്തോളൂ. എൻ്റെ രസത്തിൻ്റെ ഫേവറേറ്റ് പാത്രം ഇങ്ങനെ കുഴിയുള്ള ചട്ടിയാണ്. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു, ആവശ്യത്തിന് കടുകിട്ടു. നമ്മുടെ ഇൻസ്റ്റൻറ്റ് രസം പൗഡറിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ചതച്ച രസത്തിൻ്റെ മിക്സും കൂടെ ഇട്ടിട്ട്, ഞാനൊരു മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇട്ടിട്ട് നമുക്ക് ഒരു ഗോൾഡൻ കളറൊക്കെ വന്ന് തുടങ്ങുമ്പോഴേക്കും നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടി. അത് പെട്ടെന്ന് വരളും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടാണ്, പുകയെന്ന് കണ്ടില്ലേ ഇട്ടപ്പോഴത്തേനും പെട്ടെന്ന് വരണ്ടി കിട്ടി. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയുടെ കൂട്ടത്തിലുള്ള തണ്ടില്ലേ, തണ്ടും കറിവേപ്പിലയും കൂടെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കാൻ. ആ തണ്ടിനൊക്കെ ഒരല്പം വേവുണ്ടല്ലോ, ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തക്കാളിയുടെ കൂടെ തന്നെ ഇട്ടത് കേട്ടോ. ഇനി അതിലോട്ട് നമ്മുടെ രസത്തിൻ്റെ ടേസ്റ്റ് മേക്കറായ നമ്മുടെ കായം പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഒരു ചെറിയ ടീസ്പൂൺ കായം പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നമുക്ക് വഴിയെ പാകത്തിനിടാം. പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഇളക്കി അന്ന് ചൂട് കയറിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാളൻപുളി കുതിർത്തി അന്ന് നന്നായിട്ട് ഞെക്കി അതിൻ്റെ ആ വാളൻപുളിയുടെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മുടെ ഈ മസാലക്കൂട്ട് മുഴുവനായിട്ട് ഒന്ന് കിടന്ന് തിളച്ച് മറിയട്ടെ. ആ ഒരു സമയത്താണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം ചേർക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന രസക്കൂട്ട് 1 ലിറ്റർ. ഞാനിനി ഇതിലോട്ട് അഡീഷണൽ 1 ലിറ്റർ വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ 1 ലിറ്ററിന് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് ഇപ്പോൾ ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ഇട്ട് മൂടി വെച്ച് തിളപ്പിക്കണം കേട്ടോ. മൂടി വെച്ച് തിളയ്ക്കുമ്പം അത് പൊങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ആവി വരുമ്പോൾ തന്നെ അങ്ങ് തുറന്ന് നോക്കണം കേട്ടോ. ആ ആവിയിലുണ്ട് അതിൻ്റെ മണവും ഇനി എന്താണ് ചേർക്കേണ്ടതെന്നൊക്കെ എനിക്ക് മനസ്സിലാവാറുണ്ട്. ഇപ്പോൾ ഇതിന് ഉപ്പും ഒരല്പം കായത്തിൻ്റെ മണം കൂടെ കുറവുണ്ട് കേട്ടോ. ഉപ്പ് കുറവാണ്, കാരണം നമ്മൾ വെള്ളം ഒഴിച്ചതാണല്ലോ.
അപ്പോൾ ഞാൻ ആ 2 ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി വീണ്ടും ഞാൻ മൂടി വയ്ക്കും. എന്തിനാണെന്നറിയാമോ? അടുത്ത ആവിമണത്തിന് വേണ്ടിയിട്ട്. അപ്പം വീണ്ടും ഒന്നുകൂടെ മൂടി വെച്ചിട്ട് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അധികം തിളച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ പെർഫെക്റ്റ് ബ്ലെൻഡാണെങ്കിൽ ആ രസത്തിൻ്റെ മണം കേൾക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ എൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പം ഹോട്ടായിട്ട് സെർവ് ചെയ്യാം കേട്ടോ. കാരണം വളരെ ടേസ്റ്റി ഹെൽത്തിയുമാണ്. നിങ്ങളെല്ലാവരും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാ പൊടികളും കൂടെ ഇങ്ങനെ വാരിയിട്ടിട്ട് നമ്മൾ ചോറിലോട്ട് ഒഴിക്കുമ്പം അതിൻ്റെ ആ ഒരു കുത്തും നമ്മുടെ വയറിന് അസ്വസ്ഥതകളും ഒന്നും ഉണ്ടാവാതെ നല്ല നാച്ചുറലായിട്ട് ഇത് ഇങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയാൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ രസം ഇഷ്ടമായവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ചെറിയ ചെറിയ റെസിപ്പീസുമായിട്ട് വീണ്ടും ജീവസ് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നതായിരിക്കും. വീണ്ടും സന്ധിക്കും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.